നമ്മളൊക്കെ ഈന്തപ്പഴം കഴിക്കുന്നവരാണ് അല്ലേ? എന്നാലേ ഈന്തപ്പഴത്തിൻ്റെ കുരുവിൽ ചില അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സാധാരണഗതിയിൽ ഈന്തപ്പഴം കഴിച്ചാൽ കുരു നമ്മൾ എന്താ ചെയ്യുക? അത് വലിച്ചെറിയും, വേസ്റ്റിലേക്ക് എറിയും അല്ലേ? എന്നാൽ ആ കുരുവിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഞാനീ പറയുന്നത് പോലെ നിങ്ങൾ ഈ കുരു ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ. നിങ്ങൾ അമിതവണ്ണമുള്ളവരാണെങ്കിൽ തടി കുറയും, ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും, മാത്രമല്ല നല്ല ഗ്ലാമർ കൂടാൻ ഇത് മതി. നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ആരോഗ്യത്തിന് ഇത് മതി, പെട്ടെന്ന് വയസ്സാകാതിരിക്കാൻ ഇത് മതിയെന്നേ. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഒന്ന് പഠിച്ചാലോ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ ചേർത്ത് പിടിക്കുമാറാകട്ടെ. ഹാപ്പിയല്ല എല്ലാവരും? നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നാണ് ഈത്തപ്പഴത്തിൻ്റെ കുരു എന്ന് പറയുന്നത്. പലയിടങ്ങളിലും പല പ്രൊണൗൺസിയേഷനാണ്. ഈത്തപ്പഴം എന്ന് പറയും, ഈന്തപ്പഴം എന്ന് പറയും, വാട്ടെവർ. സംഗതി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് ഈന്തപ്പഴം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഇല്ലേ? റമദാൻ മാസത്തിലൊക്കെ പിന്നെ ഈന്തപ്പഴത്തിൻ്റെ ചാകരയാണ്. എന്നാൽ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് ഈന്തപ്പഴത്തിൻ്റെ കുരു. നമ്മളത് വേസ്റ്റാക്കുന്നവരല്ലേ? എന്നാൽ പല രാജ്യത്തിലെയും ആളുകൾ ഈന്തപ്പഴത്തിൻ്റെ കുരുവിനെ നന്നായി ഉപയോഗിക്കുന്നവരാണ്. നമ്മളറിയുന്ന പല രാജ്യങ്ങളും യൂറോപ്യൻ കൺട്രീസിലടക്കം ഈന്തപ്പഴത്തിൻ്റെ കുരു നന്നായി അവർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പല രോഗങ്ങളിൽ നിന്നും അവർക്ക് കാവൽ ലഭിക്കാറുണ്ട്. പല ഉപദ്രവങ്ങളിൽ നിന്നും, ശരീരത്തിന് ബാക്ടീരിയൽ ഉപദ്രവത്തിൽ നിന്നും അതുപോലെ ഫംഗസുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നുമൊക്കെ കാവൽ ലഭിക്കുന്ന മനോഹരമായ അവസ്ഥ ഈന്തപ്പഴത്തിൻ്റെ കുരുവിനുണ്ട്. ചില ഉപയോഗങ്ങളെക്കുറിച്ച് പഠിച്ചാലോ? ആ ഉപയോഗങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് സ്വബാഹുൽ ഖൈർ കുടുംബത്തിന് കിട്ടിയ ഈ ഇൽമ് നമ്മുടെയൊക്കെ കുടുംബക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇതൊരു പുതിയ അറിവല്ലേ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത്തേത്, പ്രകൃതിദത്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണ് ഈന്തപ്പഴത്തിൻ്റെ കുരു എന്ന് പറയുന്നത്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു കവചം പോലെ പ്രവർത്തിക്കുന്ന കുറച്ച് ഘടകങ്ങളാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരം തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഘടകങ്ങളാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വയസ്സാകുന്നതിനെ തടയും. ശരീരമൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ ആകെ വല്ലാതെ ചുളിവുകൾ വീണു, പെട്ടെന്ന് മുടി നരയ്ക്കുന്നൊരവസ്ഥ. അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടും. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് മങ്ങുന്നു. അതുപോലെ തന്നെ തലച്ചോറിൻ്റെ, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെയൊക്കെ വളരെ ക്ലിയറാക്കി സംരക്ഷിച്ച് നിർത്തുന്ന സാധനമാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്ന് പറയുന്നത്. അത്തരം പ്രകൃതിദത്തമായ ആൻറ്റി ഓക്സിഡൻ്റ് എവിടെയുണ്ട്? ഈന്തപ്പഴത്തിൻ്റെ കുരുവിലുണ്ട്. അത്ര നല്ല സാധനമാണ് ഉസ്താദ്, ഞങ്ങൾ ഈ വലിച്ചെറിഞ്ഞ് കളയണമെന്നാണ് അല്ലേ? ഓക്കെ, രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾക്ക് കാപ്പി ഭയങ്കര ഇഷ്ടമാണ് ഇല്ലേ? പക്ഷേ കാപ്പിയിൽ കഫീൻ അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്കത് അത്രത്തോളം ഹെൽത്തി അല്ല കാപ്പി എന്ന് പറയുന്നത്. കാരണം നല്ലോണം കാപ്പി കുടിക്കുന്ന ആളുകൾക്ക് ഉറക്കക്കുറവുണ്ടാവും, ദഹനത്തിന് പ്രശ്നം ഉണ്ടാകും, നന്നായി ദഹിക്കില്ല, അതുപോലെ തന്നെ ആസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാകും. എന്നാൽ പല രാജ്യക്കാരും ചെയ്യുന്നത് പോലെ ആ കഫീനില്ലാത്ത ഒരു കാപ്പി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് എന്ത് ചെയ്യണമെന്നറിയോ? ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു പൊടിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കാപ്പിയാക്കി കുടിക്കാം. അങ്ങനെ കുടിക്കുന്നവർ സൗദി അറേബ്യയിലുണ്ട്. ഡേറ്റ് സീഡ് കോഫി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് സൗദിയിൽ, UAE. അതുപോലെ ടുണീഷ്യയിലുണ്ട്, നൈജീരിയയിലുണ്ട്, ഇറാനിലുണ്ട്, യൂറോപ്യൻ രാജ്യമായ നെതർലാൻഡ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അവരൊക്കെ കാപ്പിക്ക് പകരം പലയിടങ്ങളിലും ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു നന്നായി ഉണക്കിയെടുത്ത് പൊടിച്ച് കാപ്പിപ്പൊടിക്ക് പകരം ഉപയോഗിച്ച് നല്ല കാപ്പി കുടിക്കുന്നുണ്ട്. ഡേറ്റ് സീഡ് കോഫി എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ കഫീൻ അടങ്ങിയിട്ടുള്ള കാപ്പിയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ റാഹത്തായിട്ട് കാപ്പിയും കുടിക്കാം, ലൈഫ് സെറ്റുമാണ് അല്ലേ? മൂന്നാമതൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് വളരെ നല്ലതാണ്. ഷുഗർ രോഗികളല്ലാത്ത ആളുകൾ വളരെ കുറവല്ലേ സ്വഭാവലേർ കേൾക്കുന്നതിൽ? 50% ഷുഗർ പേഷ്യൻസ് ഉണ്ടാവും. അപ്പം മെഡിസിനൊക്കെ എടുക്കുന്നതോടൊപ്പം ഈ ഈന്തപ്പഴത്തിൻ്റെ കുരുവിൽ ഒരുപാട് ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് വല്ലാതെ കൂടുന്നതിനെ തടയാൻ അത് സഹായിക്കും. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കുരു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അതുപോലെ തന്നെ നാലാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും അതുപോലെ നമ്മുടെ മുഖത്തിൻ്റെയൊക്കെ സംരക്ഷണത്തിന് വളരെ നല്ലതാണ്. അതിന് ഇപ്പോൾ ഈ ചർമ്മത്തിൻ്റെയും മുടിയുടെയൊക്കെ സംരക്ഷണത്തിന് ഈ ഈത്തപ്പഴ കുരുവിൻ്റെ എണ്ണയുണ്ട്. ആ എണ്ണ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് ഭയങ്കര എക്സ്പെൻസീവാന്ന് തോന്നുന്നു എനിക്ക്. നല്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലൊക്കെ അത് ഉപയോഗം കുറവായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരികയായിരിക്കും. ഇവിടെയൊന്നും അങ്ങനെ ഒരു കോൾ പ്രസ് ചെയ്തെടുക്കുന്ന അവസ്ഥയൊന്നുമില്ല. അപ്പോൾ നമുക്കത് വീട്ടിലുണ്ടാക്കാൻ എന്താ വഴി? സിമ്പിളായിട്ടൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ കുരുവിനകത്തെ ഗുണങ്ങളൊക്കെ മറ്റൊരു എണ്ണയിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുരുവിൻ്റെ അകത്തൊരുപാട് സത്തുകളും ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് മറ്റൊരു എണ്ണയിൽ ലയിപ്പിക്കുക. അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അതായത് നിങ്ങൾ ഈ കുരു ഈത്തപ്പഴത്തിൻ്റെ കുരു നന്നായി വൃത്തിയാക്കുക. അതിൽ നാരൊന്നും ഉണ്ടാവരുത് കേട്ടോ. നാരോ മധുരമുള്ള ഭാഗം ഒന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായി വൃത്തിയാക്കിയിട്ട് നന്നായി ഉണക്കണം. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമല്ലേ, നല്ല വെയിലത്തിട്ട് ഉണക്കുക. അത് ഉണങ്ങി നന്നായിട്ട് ഒരു തരി പോലും പ്രശ്നമില്ല എന്ന് ഉറപ്പായി ഉണങ്ങി കിട്ടിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിക്കണം. പൊടിച്ചിട്ട് ഒരു ഗ്ലാസ് കുപ്പി എടുക്കാം. ഒരു കുപ്പിയല്ല, ഒരു ഗ്ലാസ് കുപ്പി എടുക്കുക. എന്നിട്ട് ആ കുപ്പിയിലേക്ക് ഈ പൊടിയിട്ടിട്ട് ആ പൊടി മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒന്നുകിൽ ഒലീവ് ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒലീവ് ഓയിൽ ഇത്തിരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ആയിരിക്കും എല്ലാവർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുക അല്ലേ. അപ്പോൾ ഈ പൊടിയിലേക്ക് എന്ത് ചെയ്യുക? വെളിച്ചെണ്ണ അത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒഴിക്കുക. എന്നിട്ട് ഒരു 2-3 ആഴ്ചയോളം, 2-3 ആഴ്ചയാട്ടോ, ദിവസമല്ല, 2-3 ആഴ്ച നന്നായി വെയിൽ കൊള്ളിക്കുക. ഇടയ്ക്കിടയ്ക്ക് കുപ്പി എടുത്തൊന്ന് കുലുക്കി കൊടുക്കണം. അപ്പോൾ ഈ ഈത്തപ്പഴ കുരുവിലെ ഗുണങ്ങളൊക്കെ ഈ എണ്ണയിലേക്ക് ലയിക്കാൻ അത് വളരെ നല്ലതാണ്. മനസ്സിലായോ? അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ സത്ത് മുഴുവൻ എണ്ണയിലേക്ക് അത് വലിച്ചെടുത്തിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾക്കത് ഈത്തപ്പഴ കുരുവിൻ്റെ എണ്ണയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം, നമ്മുടെ ശരീരത്ത് പുരട്ടാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ, മുടി കൊഴിഞ്ഞു പോകുന്നതിന് തൊട്ട്, അതുപോലെ താരൻ്റെ ഉപദ്രവം, മുടിക്ക് ബലമില്ലാതാവുക, തലയ്ക്ക് ഭയങ്കര പ്രയാസം, ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ഈ ഈത്തപ്പഴ കുരുവിൻ്റെ എണ്ണ വളരെയധികം ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചുളിവുകൾ ബാധിച്ച സ്ഥലത്തൊക്കെ പുരട്ടുക എന്ന് പറയുന്നത് ആ ചുളിവുകൾ ഇല്ലാതാകാൻ പോലും വളരെ നല്ലതാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഓക്കെ, ഇനി 5ാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയെ അതുപോലെ തന്നെ കരളിനെയൊക്കെ സംരക്ഷിക്കുന്ന മനോഹരമായ ഒരു വിഷാംശം പുറന്തള്ളുന്ന ഒരു വസ്തുവായിട്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതിനുള്ള കണ്ടൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഡീടോക്സിഫിക്കേഷൻ ചെയ്യും അല്ലേ. അതായത് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള വിഷാംശങ്ങളൊക്കെ പുറന്തള്ളും. അത് മൂത്രത്തിലൂടെ അല്ലാതെ വിയർപ്പിലൂടെ അങ്ങനെ ആയിക്കോട്ടെ, അത് പുറന്തള്ളാനായിട്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൽ അടങ്ങിയിട്ടുള്ള വസ്തു സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവർ മദീനയിൽ ഹിജ്റ വന്ന സമയത്ത് പട്ടിണിയുടെ കാലമാണ്. അന്ന് ആരും സഹായിക്കാനൊന്നും പെട്ടെന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. വല്ലാത്തൊരു പ്രയാസമൊക്കെ നിറഞ്ഞു നിന്ന ഘട്ടത്തിൽ ഈത്തപ്പഴത്തിൻ്റെ കുരു പൊടിച്ചിട്ട് വെള്ളത്തിലിട്ട് അത് കുടിച്ചിരുന്നു. അപ്പോൾ ദാഹവും അതുപോലെ തന്നെ അത് ഭക്ഷണത്തിനും ഒക്കെ വളരെ നന്നായതുകൊണ്ട് തന്നെ ദാഹവും വിശപ്പും ഒക്കെ മാറാൻ അത് ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മനസ്സിലായോ? മാത്രമല്ല സൂറത്തു നിസായിൽ അള്ളാഹു ഈത്തപ്പഴ കുരുവിൻ്റെ ഒരു നാരിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈത്തപ്പഴ കുരുവിൻ്റെ ഒരു നാര് പോലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ എണ്ണിയതായിട്ട് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അള്ളാഹിൻ്റെ ദൃഷ്ടാന്തമാണ് അത്ര ഈത്തപ്പഴ കുരു എന്ന് പറയണത്. അത്രമേൽ മഹത്തുള്ളൊരു സംഗതിയാണ്. പിന്നെ പല ആളുകൾക്കൊരു പ്രശ്നമാണ്, ഉസ്താദേ തടിയൊന്ന് കുറക്കണം. തടി കുറക്കണം അല്ലേ. അതായത് തടിയൊക്കെ നല്ലത് തന്നെയാണ്. ഒരു പരിധിക്കപ്പുറമുള്ള ആ ഒരു കൊഴുപ്പ് നിറഞ്ഞ തടിയൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ ഉപയോഗിക്കണം? ഈ ഈത്തപ്പഴക്കുരു പൊടിച്ചിട്ടുണ്ടാക്കുന്നൊരു പാനീയമുണ്ട്. അത് ദിവസവും അല്പാൽപ്പം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിലൊക്കെ തിളപ്പിച്ചിടുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. അതായത് കുരു നന്നായി കഴുകിയിട്ട് എന്ത് ചെയ്യുക? ഉണക്കണം കേട്ടോ. ഉണക്കണതിന് മുമ്പ് ഈ പരിപാടി ചെയ്യരുത്. ഉണങ്ങിയതിന് ശേഷം നിങ്ങളൊരു പാൻ എടുത്തിട്ട് ആ പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുക്കുക. അതായത് നേരെ കഴുകിയിട്ട് കൊണ്ടുപോയി പാനിലിടാനല്ല, കഴുകി ഉണക്കിയതിന് ശേഷം പാനിലിട്ട് വറുക്കുക. ഒരിക്കലും അടി പിടിക്കരുത്, കരിഞ്ഞു പോകരുത്. എന്നിട്ട് എന്ത് ചെയ്യുക? നന്നായി വറുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചിട്ടിട്ട് അതെന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് ആ പൊടിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. നമ്മുടെ വീട്ടിലിടയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് ചായയായോ കാപ്പിയായോ കുടിക്കലാണ് ഏറ്റവും നല്ലത്. രാവിലെ തന്നെ വെറും വയറ്റിൽ ഇത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകളെ പുറന്തള്ളാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. കുറച്ചാൾ പതിവാക്കി നോക്കിയാൽ നിങ്ങൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അതിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ചെടികളൊക്കെ നല്ല സമൃദ്ധമായി വളരാനായിട്ട് വളർച്ച മുരടിച്ചു പോയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു എന്ത് ചെയ്യുക? പൊടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു വളമായിട്ടത് മാറുന്നതാണ്.
മനസ്സിലായോ? അപ്പോൾ ഈത്തപ്പഴം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം നബിതങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ട് വിരലുകൾക്കിടയിൽ ആ കുരു ഇങ്ങനെ പിടിച്ചിരുന്നതായൊക്കെ ഹദീസിലുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. അതിൻ്റെ കുരുവിന് പോലും വല്ലാത്ത പ്രത്യേകതയുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, അള്ളാഹു ഈ ലോകം മുഴുവൻ പടച്ചത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അതിൽ ഈത്തപ്പഴത്തിൻ്റെ ഒരു കുരു പോലും പെട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ഇതിൻ്റെ അത്ഭുതങ്ങൾ ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ സുബ്ഹാനല്ലാഹ്, എത്ര തവണ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചോനെ നീ ഇതൊന്നും വെറുതെ പടച്ചതല്ലല്ലോ അല്ലാ, ഫഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്നെ കാക്കണേ അല്ലാ. വല്ലാത്തൊരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. അപ്പം അള്ളാഹു ഒന്നും വെറുതെ പടച്ചതല്ല, ഒക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളത് തിരിച്ചറിയുമ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടാവും അല്ലേ? ഏതായാലും ഈത്തപ്പഴത്തിൻ്റെ കുരു ഇന്നു മുതൽ എല്ലാവരും ഈ പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂലേ, ട്രൈ ചെയ്യൂലേ? അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? നല്ല ആത്മാക്കൾ പോയി താമസിക്കുന്ന, അല്ലെങ്കിൽ നല്ല ആത്മാക്കളെ മലക്കുകൾ ആനയിച്ചു കൊണ്ടുപോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഇല്ലീൻ എന്നാണ് അല്ലേ? ഇല്ലീൻ. പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം. അപ്പോൾ മോശമാത്മാക്കൾ എവിടെയാണ് ഉണ്ടാവുക? മോശമാത്മാക്കളുടെ സങ്കേതം ഏതാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പല വേദനകൾ, നടുവേദന, കൈവേദന, കാലുവേദന, ഒരുപാട് വേദനകൾ കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ-റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഇതിൻ്റെ മിസ്ല് സവാബ് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമതകളെല്ലാം അകറ്റണേ അല്ലാ. സങ്കടങ്ങൾ നീക്കണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇണകളെ, മക്കളെ നന്നാക്കണയല്ല. നേർവഴിയിൽ നടത്തണയല്ല. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. പടച്ചവനെ, സ്വഭാവുൽ ഖൈറിനെ സ്നേഹിക്കുന്നവരുണ്ട്. രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് സ്വഭാവുൽ ഖൈറിൽ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. പ്രായം ചെന്ന ഉപ്പമാരുണ്ട്, കുഞ്ഞു മക്കളുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണയല്ല. അവരുടെ ജീവിതത്തിൽ ഖൈർ നൽകണയല്ല. എല്ലാ നന്മയുടെയും വാതായനങ്ങൾ തുറന്നു നൽകണയല്ല. സ്വഭാവുൽ ഖൈർ ദിവസത്തിൻ്റെ തുടക്കമെന്നോണം ഏതെല്ലാം വീടുകളിൽ കാണുന്നുണ്ടോ ആ വീടുകളിലെല്ലാം നീ ബറക്കത്തിറക്കി കൊടുക്കണേ അല്ലാ. കാരണം ഇവിടെ പറയുന്നത് നിൻ്റെ ഹംദാണല്ലോ അല്ലാ. ആ ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് സമാധാനം നൽകണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. യാ റബ്ബന, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രവാസികൾക്ക് ഖൈർ നൽകണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിടം നീ വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.